ജോലിക്കിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. കടുത്തുരുത്തി മധുരവേലി പ്ലാമൂട് ജംഗ്ഷനിൽ ലക്ഷ്മി കോംപ്ലക്സിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ജോലിക്കിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി മാതാപിതാക്കൾ കടുത്തുരുത്തി മധുരവേലിയിൽ ആരംഭിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഇപ്പോഴും അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാവുന്ന അത്രത്തോളം നമ്മൾ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് കണ്ടിരുന്നു. ഈ സമയത്ത് ഏറെ വേദനയോടും വിഷമത്തോടും കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് മുതൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കുമെന്ന് കഴിഞ്ഞിരുന്നു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവും വിതുമ്പുന്ന അതരങ്ങളുമായി നിന്ന മോഹൻദാസും അതുപോലെ വസന്തകുമാരിയും ഒക്കെ ഏറെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അന്ന് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയും ഗവർണറും ഞങ്ങളൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു. പക്ഷേ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ വന്ദനാദാസിന്റെ ആഗ്രഹപ്രകാരം മാതാപിതാക്കളായ കെ.ജി. മോഹൻദാസ്, വസന്തകുമാരി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റൽ നിർമ്മിച്ചത്. സമൂഹത്തിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നല്ല ചികിത്സ ലഭിക്കുക എന്നതായിരുന്നു ഡോക്ടർ വന്ദനയുടെ സ്വപ്നം. ഈ സ്വപ്നം സഫലീകരിക്കുന്നതിനായി വന്ദനയുടെ മാതാവിന്റെ തറവാട് വീടായ ആലപ്പുഴ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ വാലേക്കടവിൽ പല്ലനയാറിന്റെ തീരത്ത് 2024 ഒക്ടോബർ 10 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏകമകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ വന്ദനയുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടിയാണ് ആതുര സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സേവനം വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് ഇതുവഴി ലക്ഷ്യം. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ഒരു ഉണങ്ങാത്ത മുറിവായി വേദനയായി എന്നും നിലകൊള്ളുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ വേർപാടും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ. ഒരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിഷ്ഠൂരമായൊരു സംഭവം ഉണ്ടായപ്പോൾ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരന്മാർ മനസ്സാക്ഷിയുള്ള കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുമ്പോൾ ആ വേദനയുടെ മുമ്പിൽ തകർന്നു പോകുന്ന ഒരു സമൂഹം, അതിൻ്റെ മുൻപിൽ തളർന്നു പോകുന്ന ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളും സുഹൃത്തുക്കളും, ഇത് കേരളവും ലോകം മുഴുവൻ ഒരുപോലെ തളർന്നു പോയ ഒരു വേദനാജനകമായ വേർപാടാണ് ഡോക്ടർ വന്ദനാദാസിൻ്റേത് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓർക്കാൻ കഴിയും. ഞാനൊന്നും ദീർഘിപ്പിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. കാരണം അത് പറയാൻ കഴിയുന്ന ഒരു ശേഷിയിലല്ല നമ്മൾ ആരുമുള്ളത്. ഒരു സമയത്തും അത് പറയാൻ കഴിയും. പ്രിയപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും പ്രണാമം അർപ്പിക്കുന്നു. മോഹൻദാസ് ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ തളരാൻ പാടില്ല എന്ന നിലയിൽ ചേർത്ത് പിടിച്ചാണ് നമ്മളെല്ലാം ഈ നിമിഷം വരെ മുന്നോട്ട് പോകുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ N, ഫാർമസിയുടെയും IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ രഞ്ജിൻ R, PDDRC ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PV സുനിൽ, മെമ്പർമാരായ സുകുമാരി ആയിഷ, CN മനോഹരൻ, മാഞ്ഞൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുനു ജോർജ്, അഡ്വക്കേറ്റ് ഫിറോഷ് മാവുങ്കൽ, PG ഷിജിമോൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് കെ.ജി. മോഹൻദാസ്, മാതാവ് വസന്തകുമാരി, കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.